ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. വലിയ റയൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ പാവപ്പെട്ടവരായതുകൊണ്ട് നമ്മളുടെ വീഡിയോ ഒക്കെ അങ്ങനെ ഇങ്ങനെ ആരും കാണത്തില്ല. കാരണം നമ്മൾ ഈ വരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നീ വീട്ടിലിരിക്കുന്ന ഡ്രസ്സ്, ഇല്ലെങ്കിൽ നമ്മൾ വെളിയിലോട്ട് പോകാൻ പോകുന്ന സാധാ സിമ്പിൾ ഡ്രസ്സ്, നമ്മുടെ തൊട്ട പരിസരങ്ങളിലൊക്കെ പോകാനും കടയിൽ, ഇപ്പം ഞങ്ങളുടെ കടയാണ്ട് ആ കടയിൽ നിൽക്കുന്ന വേഷത്തിലായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. അല്ലാണ്ട് ഈ കുറേ പെണ്ണുങ്ങൾ ചെയ്യുന്ന കണക്ക് ശരീരത്തിൽ ഇറങ്ങിപ്പിടിച്ച് ഓരോ ശരീരഭാവമൊക്കെ കാണിച്ചൊക്കെയുള്ള വീഡിയോ ഒക്കെ ഇടാത്തതുകൊണ്ട് ആരും ലൈക്കും അടിക്കാറില്ല, ആരും ഷെയർ ചെയ്യാറില്ല. സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരൊക്കെ ഉള്ളൂ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ സബ്സ്ക്രൈബേഴ്സും സാധാരണക്കാരും മാത്രമാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. വലിയ വലിയ റിച്ചായിട്ടുള്ള ആൾക്കാരും നമ്മളുടെ വീഡിയോ കാണുന്നില്ല. പിന്നെ എന്ന് പറയുന്നത് വലിയ മേക്കപ്പും സെറ്റപ്പും ഒന്നിലും അല്ല ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, മുഖമൊക്കെ ഇന്ന് രാവിലെ കുളിച്ചു റെഡിയായിട്ട് എന്നിട്ട് ഞാൻ വന്നിട്ട് ഒരു പൊട്ട് ചന്ദനക്കുറി, ഇന്ന് അമ്മ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പം ഞാൻ ഒരു കുഞ്ഞു പൊട്ടാണ് ഇട്ടിരിക്കുന്നത്, കണ്ടല്ലോ, അതൊന്നും കാണാൻ പോലും ഇല്ല. പിന്നെ സിന്ദൂരം യൂഷ്വലി നമ്മൾ കല്യാണം കഴിച്ച പെണ്ണുങ്ങളൊക്കെ ഇടുന്നതാണല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ കുങ്കുമം, ഞാൻ ശിവഭക്തയാണ്. എനിക്ക് ഭയങ്കര ശിവനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ദേവിയും എനിക്ക് ഇഷ്ടമാണ്. എങ്കിലും മനസ്സിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കും എന്നല്ലാണ്ട് മാനസ ദൈവം എന്ന് പറയുമ്പോൾ മഹാദേവനാണ്. അതൊരു ഇതാണ് പുള്ളി എന്ന് പറഞ്ഞാൽ. എനിക്ക് എൻ്റെ സങ്കടം വരട്ടെ, ദുഃഖം വരട്ടെ, ദുഃഖത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ഞാനൊരളവിന് നിന്ന് പോകുന്നെങ്കിൽ മഹാദേവൻ്റെ കരുണ ഒന്നും മാത്രമാണ്. എനിക്ക് മറ്റുള്ള ദൈവങ്ങളെയൊക്കെ വിശ്വാസമാണ്. ഞങ്ങളുടെ ഈ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു മുസ്ലിം പള്ളിയാണ് ഉള്ളത്. ആ പള്ളി എന്ന് പറയുന്നത് ഭയങ്കര, അവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ ആ പള്ളിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഞാൻ പറയുന്നതാണ്, പടച്ചോനെ ഞാൻ പോയിട്ട് വരാം, തിരിച്ചു വരും പടച്ചോനെ, ഒരാപത്തും ഇല്ലാതെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, ശരി എന്നാൽ ഞാൻ വീട്ടിൽ പോവാണേ, ഇനി തിരിച്ചു വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങോട്ട് പോകുമ്പോഴും അനുവാദം ചോദിച്ചിട്ട് പോകും, തിരിച്ചു വരുമ്പോഴും പറഞ്ഞിട്ട് പുള്ളിക്കാരനോട്, എൻ്റെ ഒരു അച്ഛനും അമ്മയോടാണെങ്കിലും എൻ്റെ ബന്ധുക്കളോടാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് പോകത്തില്ലേ. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, ഞാൻ പോയിട്ട് വരാം കേട്ടോ, ഇന്ന കാര്യത്തിനാണ് പോകുന്നത് കേട്ടോ എന്ന്. പുള്ളി അവിടെ നിൽപ്പുണ്ട്. പുള്ളി എന്നോട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഫീലാണ്. അപ്പം ഞാൻ ഇന്ന കാര്യത്തിന് പോവാണ്, പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, അത് മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഫീലാവുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഫീലല്ലേ. അതേമാതിരി കുറച്ച് ദൂരം കൂടെ ചെല്ലുമ്പോൾ വെഞ്ഞാറമ്മൂട് ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തെത്താറാകുമ്പം അവിടെ എത്തുമ്പോഴത്തേക്കും കാണാം, അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. പാഴടഞ്ഞ് നടന്നൊരു ശിവക്ഷേത്രമാണ്. ഇപ്പം ആ ശിവക്ഷേത്രം എന്തായിരുന്നാലും ഉയർന്ന് നല്ലൊരു നിലയിലെത്തിയതിൽ ഞാൻ ഭയങ്കര സന്തോഷിക്കും കേട്ടോ. ആ ഒരു ശിവനോടും മഹാദേവനോടും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എവിടെയെങ്കിലും പോവുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോസ് ഇട്ടിരുന്നു. കുറേ നാളായി ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ കാലിലൊരു പരു വന്നിട്ട് എനിക്ക് കുറേ ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒന്നും തന്നെ ചെയ്യാനോ എടുക്കാനോ ഒന്നും തോന്നുന്ന ഒരവസ്ഥയല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ട് ഒരു കുറവില്ലായിരുന്നു. പിന്നെ ഞാൻ റിലീഫിൽ പോയിട്ടാണ് ഞാൻ ആ അസുഖമൊക്കെ ഒന്ന് മാറിയത്. അങ്ങനെയൊക്കെ കാരണം ഞാനിപ്പോൾ ഷോപ്പ് ഫുള്ളായി ക്ലോസ് ചെയ്തു. കോലിയക്കോട് സൊസൈറ്റി ജംഗ്ഷനിലായിരുന്നു, നമ്മുടെ പോത്തങ്കോട്ടേക്ക് പോകുന്നിടത്തിൽ ഇടത്തെ സൈഡിൽ. പിന്നെ നമ്മൾ കടയൊക്കെ ആരംഭിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ പറയാൻ തുടങ്ങി, ഒരളവിനൊക്കെ നമ്മൾ കഷ്ടത്തിലോട്ട് എത്തി എപ്പോഴത്തേക്കാണ് ആൾക്കാർ പറയാൻ തുടങ്ങി, ആ കടയിലിരുന്നിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല, ഗതി പിടിച്ചിട്ടില്ല. നിങ്ങൾ ഈ കട എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഈ കട എടുക്കരുതെന്ന് ഞങ്ങൾ പറയുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ആ കോലിയക്കോട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട്
KK പാറ പിന്നെ ലേക്ക് തിരിയുന്ന ആ റോഡിൽ ഇടത്തെ സൈഡിൽ കാണുന്ന ആ 2 കടയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. എൻ്റെ കുട്ടിയുടെ പിന്നെ നൂലുകെട്ടിനൊക്കെ കിട്ടിയതും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊട്ടും പൊടിയെല്ലാം ചേർത്ത് വെച്ചായിരുന്നു ഞാൻ ആ കട തുടങ്ങിയത്. ഇത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമുണ്ട്. ഇത് കണ്ടോ, വെറും ഒരു നൂല്. ഈ നൂലെന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന താലിയുടെ നൂലാണ്. ഞാനതിപ്പോഴും പൊന്നുപോലെ സൂക്ഷിച്ചിട്ട് ഞാൻ ഈ ഏലസിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് പിന്നെ ഈ മഞ്ഞ കളർ ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞളിട്ട് ഞാൻ തേക്കും ഇതിനകത്ത്. അതുകൊണ്ടാണ് ആ ഒരു മഞ്ഞ ഇത് നിൽക്കുന്നത്. അങ്ങനെ അപ്പം ഞാൻ ഈ ഒരവസ്ഥയിൽ എനിക്ക് എൻ്റെ മറ്റേ മോന് വയ്യാതെ വന്നപ്പോൾ എനിക്ക് അവന് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇതുണ്ടല്ലോ കാതിൽ മൊത്തം കുത്തിത്തുളയിട്ട് വെച്ചിരിക്കുന്ന ഇതാണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം. ഇതുണ്ട ഇങ്ങേറ്റം വരെ ഞാൻ സ്വർണ്ണക്കമ്മലിട്ടിരുന്നതാണ്. അതപ്പോഴൊക്കെ ചെന്നൈയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സമയമായിരുന്നു. കയ്യിൽ കാശുണ്ടായിരുന്നു. ജോലിക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനറായിരുന്നു. അപ്പം നമ്മൾ ഈ വർക്കിന് വേണ്ടി ഈ ബിൽഡിങ്ങൊക്കെ ചെയ്ത് ആൾക്കാർ ഇടുമല്ലോ. ഇടുമ്പം ബാക്കിയുള്ള ഫർണിഷിങ് പരിപാടിക്കൊക്കെ ഞങ്ങളാണ് ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കട്ടിൽ സെറ്റ് തന്നെ നമ്മൾ റൂമിൽ തന്നെ വെച്ചാണ് അതിൻ്റെ കട്ടിലിൻ്റെ സെറ്റ് ചെയ്യുക. അതിൻ്റെ മേശ, അലമാരി, അതിൻ്റെ ഡൈനിങ് ടേബിൾസ്, പിന്നെ ചെറിയ അവർക്ക് വെക്കേണ്ട ഒരു സാധനവും ആ വീട്ടിൽ വെളിയിൽ കാണത്തില്ല. TV പോലും ഇങ്ങനെ ആവശ്യത്തിന് മാത്രം അതിങ്ങനെ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു TV മാത്രം വെളിയിലിരിക്കും. ബാക്കി ഒരു സാധനം പിന്നെ വല്ല ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ വെളിയിലിരിക്കും. പിന്നെ സോഫ സെറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാത്രങ്ങൾ കാണത്തില്ല. എന്നാൽ എല്ലാ സാധനവും ഉണ്ടാവും. എല്ലാം ട്രേ ടൈപ്പാണ്. നമ്മളിങ്ങനെ എടുത്ത് അതിൻ്റെയൊക്കെ വർക്കായിരുന്നു. അപ്പം കയ്യിൽ ഇച്ചിരി മണി കാശൊക്കെ വരുമായിരുന്നു. ഞങ്ങൾ വർക്ക് പിടിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു എമൗണ്ടൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. എല്ലാം ചേർത്ത് വെച്ച് അങ്ങനെ അങ്ങ് തീർന്നു. ഇപ്പം എൻ്റെ കയ്യിലൊരു വകയില്ല. എനിക്ക് ഇങ്ങനത്തെ കമ്മലല്ലാണ്ട് വേറൊരു കമ്മലൊന്നും ഇടാനൊക്കത്തില്ല. ഗ്യാരണ്ടി കമ്മൽ, ഗ്യാരണ്ടി മാല ഇട്ടിരുന്ന സമയത്ത് വായിലെല്ലാം ഒരു കുരുക്കൾ വന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ഗ്യാരണ്ടിയുടെ ഒരു വക ഇടാനൊക്കത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ എനിക്ക് പ്രശ്നമായി. ഇത് പിന്നെ വെള്ളിയുടെതിൽ ഗോൾഡ് കവർ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതും വെള്ളിയുടെ ഇതിൽ ഗോൾഡ് ഇതാക്കിയതാണ്. അപ്പം അതിടാം, വെള്ളി ഇടാം. അതേസമയം സ്വർണ്ണം അല്ലാതെ ഈ ഗ്യാരണ്ടി സാധനമൊന്നും ഇടാനൊക്കത്തില്ല. സ്വർണ്ണം ഇടാം. അങ്ങനെയൊക്കെ ഒരു സമയം. അപ്പം ഇത് ഞാൻ പറയാൻ വന്നതിൻ്റെ കാര്യം, ഞാൻ ആ കട തുടങ്ങി. ഞങ്ങളെ മാക്സിമം ആൾക്കാർ വളരെ നല്ല രീതിയിൽ ദ്രോഹിച്ച് മതിയായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ കട പൂട്ടിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇവിടുത്തെ മോന് ഒരു ആക്സിഡൻറ്റ് വരികയും അത് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകനാണ്. അവനെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഞാനും എൻ്റെ അമ്മയാണ് വളർത്തിയത്. എനിക്ക് 12 വയസ്സ് ഒക്കെ ഉള്ളൂ. അവനെ 13-13ാമത്തെ വയസ്സ് തുടക്കത്തിലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു പ്രായത്തിൽ ഞങ്ങൾ അവനെ പൊന്നുപോലെ കൊണ്ട് നടന്ന് നോക്കിയാണ് ഞങ്ങൾ ഇത്രത്തോളം വളർത്തി എടുത്തത്. അവനെ ഒരുപാട് കഷ്ടപ്പെട്ടു അവനെ ഒന്ന് കരകയറ്റി എടുക്കാനായിട്ട്. കാരണം അവനിങ്ങനെ പൊതിഞ്ഞു വെച്ചൊക്കെ ആയിരുന്നു ഞങ്ങൾ. വെയിൽ കൊള്ളിക്കുകയും ഒക്കെ വേണമായിരുന്നു. കാരണം അവനെ പ്രസവിക്കുന്ന സമയത്ത് പിന്നെ അവൻ കിടക്കുന്ന ആ വെള്ളം ഒന്നുമില്ലായിരുന്നു. അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവൻ്റെ ദേഹത്തേക്ക് സ്കിന്ന് പോലെ അതിൻ്റെ പാടയൊക്കെ ഒട്ടി അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളും വയസ്സായവരുടെ തോല് പോലെയൊക്കെ ആയിപ്പോയായിരുന്നു. 8ാം മാസത്തിലുള്ളതാവൻ. 8ാം മാസമല്ല, 6 മാസവും 7 മാസം തുടങ്ങി 2 ആഴ്ച ആയപ്പോൾ ഉള്ളതാവൻ. 2 ആഴ്ച ആയതേ ഉള്ളൂ. അങ്ങനെ 7ാം മാസത്തിലുള്ളതാണ് അവൻ. അപ്പോൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവനെ വളർത്തിയതെന്ന് ആലോചിച്ചോളാം. രണ്ടാമത്തവന്
എൻ്റെ മോൻ്റെ പ്രായം ആയപ്പോൾ 1.5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അവർ ഇനി തന്നു. അപ്പം പിന്നെ ഞങ്ങൾ തന്നെയാണ് വളർത്തുന്നത്. പിന്നെ ആരും തന്നെ അതുങ്ങളെ നോക്കാനില്ല. അവനെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ടത്. എൻ്റെ അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാനൊക്കത്തില്ല. 6 ഓപ്പറേഷൻ കഴിഞ്ഞ ഒരമ്മയാണ് എൻ്റേത്. 3 പ്രാവശ്യം തളർവാദം വന്നിട്ടുള്ള ഒരമ്മയാണ് എനിക്കുള്ളത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് 4 വാരിയല് പൊട്ടലുണ്ട്, പല്ല് 2 പോയി. ഒരുപാട് കഷ്ടപ്പാടാണ് ഉള്ളത്. എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ഞാൻ ലക്ഷങ്ങൾ മുടക്കിയാണ് ചികിത്സ നടത്തിയിട്ടുള്ളത്. ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പമ്പിങ് കുറവായിട്ട്. എന്നിട്ട് അവസാനം ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയി. ആർക്കും വേണ്ട, അങ്ങനത്തെ ഒരവസ്ഥയായി. അപ്പം കുറേ ചാരിറ്റിക്കാർ ഞങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാനൊക്കെ ഉള്ള ഇതിൽ ഒരുപാട് പേര് വിളിക്കുകയും എടുക്കുകയും പറക്കുകയും ഈ ചാരിറ്റിക്കാർ തന്നെ കുറേ പേരെ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുട്ടിയെ രക്ഷപ്പെടുത്തിയാൽ മതി. അത് ആരായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെയെങ്കിലും ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഞാൻ ഗർഭിണി ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എൻ്റെ കിഡ്നി കൊടുത്തിട്ടെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയാനായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും അല്ലായിരുന്നല്ലോ. എല്ലാം പ്രശ്നങ്ങളായിരുന്നു. ഞാനും എൻ്റെ അമ്മയും രാവിലെ വെളുപ്പാകാലത്ത് 4:30 മുഖത്തോട് മുഖം കണ്ട പിന്നെ രാത്രിയാവണമെന്ന് മുഖത്തോട് മുഖം ശരിക്കൊന്ന് ഇരുന്ന് കാണാൻ. കാരണം ആ സമയം വരേക്കും ഓട്ടമായിരിക്കും. 4-5 ഇടത്തിൽ ബ്ലഡ് ടെസ്റ്റിന് പോകണം, യൂറിൻ ടെസ്റ്റിന് പോകണം, മരുന്ന് മേടിക്കാൻ പോകണം, അതിന് ആഹാരം അടിച്ച് ജ്യൂസാക്കി കൊണ്ടുവന്ന് ഓരോ 2 മണിക്കൂർ ഇടവിട്ട് ഓരോ സാധനം അതിന് മെനു തന്നിട്ടുണ്ട്. ആഹാരം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ആഹാരമാണ് അവന് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതിൻ്റെയൊക്കെ ഇതൊക്കെ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നോക്കി ആ സമയം നമ്മൾ കൊണ്ടു കൊടുക്കണം. അതുമല്ലാണ്ട് വിളിക്കുമ്പോൾ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാവരും സൈലൻ്റ് ആവും. ഒരു മശാന ഭൂമിയുടെ ഇതാണ്. അപ്പോൾ ആരെയാണ് വിളിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഓടിപ്പിടിച്ച്, എൻ്റെ ദൈവമേ, PT ഉഷ പോലും ഇത്രയും ഓടിക്കാണില്ല. അതുപോലെ വേഗത്തിലേക്കാണ് ഓടി നമ്മൾ ചെല്ലുന്നത് തന്നെ. അങ്ങനെയൊക്കെ. അപ്പം ആ സമയത്ത് ഒരു ചാരിറ്റി വൃത്തികെട്ട മനുഷ്യർ ഞങ്ങളെ പറ്റിച്ചു. അത് പറ്റിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു അവസ്ഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യമുണ്ട്. ഈ ഇടയ്ക്കാണ് ഞാൻ അറിയുന്നത് വേറൊരു ചാരിറ്റിക്കാരെ വെച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു. 1 രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നീടാണ് അറിയുന്നത് ഈ ചാരിറ്റിക്കാർ എന്നെ കൊണ്ടുവന്നൊരു വ്യക്തികളാണ് അവർ, ഈ ബ്ലോഗേഴ്സിനെ കൊണ്ടുവന്നത്. അക്കൗണ്ട് വെച്ചിരിക്കുന്നത് അവരുടെ അക്കൗണ്ടിനെയാണ് വെച്ചിരിക്കുന്നത്. അവരുടെ അക്കൗണ്ടായിരുന്നു വെച്ചിരുന്നത്. ഞാൻ അന്ന് ചോദിച്ചു, മോളെ പിന്നെ മോന് അക്കൗണ്ട് വെച്ചിട്ട് ഞങ്ങളുടെ അക്കൗണ്ട് മേടിച്ചിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് കയ്യിൽ കാശൊന്നും വന്നില്ല. ചുമ്മാ ചേച്ചിയൊക്കെ പോയി നോക്കിക്കോ ചേച്ചി, അതിനകത്ത് വന്ന് കാണും എന്ന് പറഞ്ഞു. അപ്പം നമ്മളും വിശ്വസിച്ച് പോയി നോക്കുമ്പോൾ അതിനകത്ത് വന്നിട്ടില്ല. നമ്മുടെ തലവിധിയായിരിക്കാൻ, നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടരുത് എന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലൊരു തോന്നലായിപ്പോയി. അപ്പം ഞങ്ങൾക്കും ഒരു വല്ലാത്ത വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം പിന്നീടാണ് അറിയുന്നത് അവസാനം ചേച്ചി പിന്നെ ആ കൊച്ചെന്നോട് മിണ്ടുന്നില്ല. നമ്മളൊരു തെറ്റ് പറഞ്ഞില്ല, അനാവശ്യമൊന്നും പറഞ്ഞില്ല, മിണ്ടുന്നില്ല. അങ്ങനെ ഞാനൊരിക്കൽ അവൾക്കൊരു ആക്സിഡൻറ്റ് വന്നു, എന്തോ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ചേച്ചിയൊക്കെ എന്നോട് ക്ഷമിക്കണം, അവരുടെ നിർബന്ധത്തിൽ വഴങ്ങി ഞാൻ അവരുടെ അക്കൗണ്ടാണ് വെച്ചത്. എനിക്ക് വെക്കേണ്ടി വന്നു. അവർ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവർ ചാരിറ്റിക്കാരൊക്കെ അല്ലേ, ഞാൻ ജസ്റ്റ് ഒരു ബ്ലോഗറല്ലേ, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ചേച്ചി. അങ്ങനെ ഞാൻ അവരുടെ ഇതാണ് വെച്ചാണ്. എന്ത് കാലം. എന്നാൽ ഈ കുഞ്ഞിന് വേണ്ടി ഒരു വക തരികയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ആ കാശും അങ്ങനെ കൊണ്ടുപോയി. ഇവർ അല്ലാണ്ട് കുറേ താജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു കുറേ കാശ് അവർ കൊണ്ടുപോയി. പിന്നെ കുറേ ഫിലിം ആക്ടേഴ്സ്, പിന്നെ ഈ കുറേ സ്റ്റാർ മാജിക്കിലുള്ള കുറേ ടീംസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അവരൊക്കെ ഈ
ചാരിറ്റിക്കാരായിട്ട് അവരൊക്കെ ഈ ഓരോ കാര്യങ്ങളൊക്കെ പറയുമല്ലോ, പറഞ്ഞ് എന്തായിരുന്നാലും അവർ അന്തസ്സായിട്ട് ആ കാശ് അവർ കൊണ്ടുപോയി. അവർ രക്ഷപ്പെട്ടോ അതുമില്ല. ഏതോ നല്ലവരായ, എന്നെ വിശ്വസിക്കുന്ന, എന്നെ മനസ്സിലാക്കിയ, ഞങ്ങളുടെ അവസ്ഥയൊക്കെ നല്ല ഭംഗിയായിട്ട് അറിയാവുന്ന ആൾക്കാർ, ഏതോ പുണ്യവാനോ പുണ്യവതികളോ ആയ വ്യക്തികൾ അവരുടെ ആ ഒരു ചാരിറ്റിയെ പൂട്ടിച്ചതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം ഇനി ആ ഒരു ചാരിറ്റിയുടെ മറവിൽ ഒരു പാവത്തുങ്ങളെയും ചതിക്കാൻ പാടില്ല. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അത്രമേൽ ദ്രോഹങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അതിലും ഉപരി വേറൊരു കാര്യമുണ്ട് എനിക്ക് പറയാൻ. പിന്നെ കുറേ ആൾക്കാർ ഞങ്ങൾക്ക് എഗൻസ്റ്റായിട്ട് കുറച്ച് വീഡിയോ ചെയ്തത് കാരണം ഞങ്ങൾക്ക് ഏതാണ്ട് കോടികൾ വന്ന് മറിഞ്ഞായിരുന്നു, പറക്കിയായിരുന്നു എന്നും പറഞ്ഞിട്ട് ഒക്കെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ഇത് ചെയ്തത് കൊണ്ട് ഇവരെയൊക്കെ ചിന്തയെന്ന് പറയുന്നത് ഈ കട തുടങ്ങിയതും ഇതെല്ലാം ചെയ്തത് ഈ ഒരു പണം വെച്ചിട്ടാണോ എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷേ ഞാൻ ബില്ലടക്കം കുറേ പേര് കാണിച്ചപ്പോഴാണ് എൻ്റെ പൊന്നുമോളെ ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ഉണ്ട്, ആരെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു വ്യക്തി നമ്മളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എൻ്റെ പൊന്നു മക്കളെ തീർന്നു. പിന്നെ നമുക്ക് കോടികൾ വന്നു, കോടാനകോടികൾ വന്നു. നമ്മൾ അംബാനിയേക്കാൾ പണക്കാരാണ് എന്നും പറഞ്ഞ് ഉണ്ടായിരുന്ന ഉപജീവനവും കൂടെ നശിപ്പിച്ച് നാറാണക്കല്ല് പൊടിച്ചിരിക്കും. അത് അതിന് കൂട്ട് നിൽക്കാനായിട്ട് കുറേ ആൾക്കാരും ഇതിൽ ഉണ്ടാവും. അപ്പം നമുക്ക് തന്നെ അത് വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും കാര്യങ്ങൾക്കും ഇടവരും. അപ്പം അങ്ങനെയൊക്കെ ആണ് നമ്മളുടെ കാലക്കേട്. അപ്പം ഇതെല്ലാം കൂടെ കൊണ്ട് അങ്ങനെ എൻ്റെ കട പൂട്ടി ഞാൻ കടയിൽ നിന്ന് വീട്ടിൽ വന്നു. ഒരുപാട് പേരെ ഞാൻ ആ ഒരു കടയിലിരുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് ഉപജീവന മാർഗം ഉണ്ടായി. എത്രയോ പേര് അവിടെ വന്നിട്ട് കഷ്ടപ്പാട് പറയുമ്പോൾ നമ്മുടെ കടയിൽ കച്ചവടത്തിനിരിക്കുന്ന, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനിരിക്കുന്നതല്ല, എന്നാൽ പോലും ഞങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്ന് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ ആരെങ്കിലും വന്നൊരു കടം ചോദിച്ചാൽ പോലും നമ്മൾ കൊടുക്കാൻ മടിച്ചിട്ടില്ല. കാരണം അവർ തരും, കൊണ്ടുവന്ന് തരുമല്ലോ എന്നൊരിത്. എന്നിട്ട് എന്നെ എത്രയോ പേര് കഷ്ടപ്പാട് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് എത്ര എണ്ണം ഇന്നും എനിക്ക് കാശ് തരാണ്ടെന്നറിയാമോ. എന്നാൽ പോലും നമ്മൾ ചോദിക്കാനോ എടുക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു പൊടിക്കൊച്ചിനെയും ആ 2 പിള്ളേർക്കും എൻ്റെ അമ്മയ്ക്കും ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളെ ദ്രോഹിച്ചാലും നമുക്ക് സഹായിക്കാതിരിക്കാനോ എടുക്കാതിരിക്കാനോ മനസ്സ് വരുന്നില്ല. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ ആർക്കും തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പറയാൻ നിങ്ങളോട് എനിക്ക് പറയാൻ മടിക്കേണ്ട കാര്യമില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന മെനഞ്ഞാന്ന് ഇവിടെ ഒരു നാഴി അരി പോലും ഇല്ലാതെ ഇരുന്നു ഞാൻ കഞ്ഞി വയ്ക്കാൻ. വിശന്ന് പ്രാണം കത്തി കരഞ്ഞുപോയി ഞാൻ. എന്നാൽ എനിക്ക് ഞാൻ എവിടെ നിന്ന് തുടങ്ങി അവിടേക്ക് തന്നെ വന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ശരി എന്നാൽ.